ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കിച്ചൺ ക്ലീനിങ് വ്ളോഗാണ് കേട്ടോ. ഞാൻ കുറേ നാളായി ഈ കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്യണം, ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷേ എൻ്റെ മടി കാരണം ഞാനത് പോസ്റ്റ്പോൺ ചെയ്തുകൊണ്ടേ ഇരിക്കുമായിരുന്നു. പക്ഷേ ഇനി പോസ്റ്റ്പോൺ ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ ഇയർ ഇങ്ങ് എത്തും കേട്ടോ. അപ്പോൾ എനിക്ക് അതിന് മുന്നേ കിച്ചണൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കണം എന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഇന്ന് എന്തായാലും എൻ്റെ മടിയൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ ഇതിലേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. കിച്ചൺ മാത്രമേ പറ്റൂ, വീട് ഫുള്ള് ക്ലീൻ ചെയ്യണമെന്നുണ്ട്. പക്ഷേ കിച്ചൺ ക്ലീൻ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു ദിവസം കംപ്ലീറ്റ് പോകും. കാണുമ്പോൾ ഇച്ചിരി ഉള്ളെങ്കിലും ഓരോ സാധനവും എടുത്ത് തുടച്ച് വൃത്തിയാക്കി അകത്ത് വെക്കുമ്പോഴത്തേനും ഒരു സമയമാവും. അതുകൊണ്ട് ഞാൻ കിച്ചൺ മാത്രം ഇന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. ഇൻ കേസ് സമയം കിട്ടുകയാണെങ്കിൽ ഒന്ന് ഹോളൂടെ വൃത്തിയാക്കണം എന്നെനിക്കുണ്ട്. നോക്കാം. അപ്പോൾ ഇനി സമയം കളയുന്നില്ല. ഇപ്പോൾ തന്നെ സമയം 10:30 ഇപ്പോൾ തുടങ്ങിയാലേ ഒരു വൈകിട്ടെങ്കിലും ആകുമ്പോൾ ഇത് തീരുമെന്ന് തോന്നുന്നു. ഐ ഹോപ്പ് ഇത് പെട്ടെന്ന് തീർത്താൽ മതി. എൻ്റെ മൂഡ് അനുസരിച്ചിരിക്കും കേട്ടോ. അത് തുടങ്ങിയാലോ? വെൽക്കം ടു സിംപ്ലി ഗോപികാസ് യൂട്യൂബ് ചാനൽ. ഞാൻ ഒരുവിധം കിച്ചൺ ക്ലീൻ ചെയ്താണ് വെക്കുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. കാരണം കാണുമ്പോൾ വലിയ പ്രശ്നമൊന്നും തോന്നത്തില്ല. പക്ഷേ ഞാൻ ഡീപ്പ് ക്ലീൻ ചെയ്തിട്ട് കുറേ കാലമായി. ഈ കബേർഡ്സിനുള്ളിലൊക്കെ കുറേ പൊടി പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് തുടയ്ക്കണം. പിന്നെ ഈ വേണ്ടാത്ത പാത്രങ്ങളൊക്കെ എടുത്ത് കളയണം. അതൊക്കെയാണ് ഇപ്പോഴത്തെ പ്ലാൻ. ഇപ്പം ഈ ഒരു ഏരിയ ക്ലീൻ ചെയ്യാനാണ് കേട്ടോ. ആദ്യം തന്നെ അത് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പം ഓൾമോസ്റ്റ് ഹാഫ് കിച്ചൺ കംപ്ലീറ്റ് ആവും. തുടങ്ങട്ടെ. ആദ്യം തന്നെ ഈ സാധനങ്ങളൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റാം. ഓസ്ട്രേലിയൻസിന് നല്ല ഹൈറ്റ് ഉണ്ടായതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല, ഇവിടെയുള്ള കബേർഡ്സൊക്കെ നല്ല ഉയരത്തിലാണ് പണിഞ്ഞു വെച്ചേക്കുന്നത്. എനിക്ക് ആകെപ്പാടെ ഇതും പറ്റും. മിഡിൽ പോർഷൻ എന്ന് പറയുന്നത് എനിക്ക് അത്യാവശ്യം ഇങ്ങനെ എത്തിപ്പിടിച്ച് കഴിഞ്ഞാൽ കിട്ടും, അത്രയേ ഉള്ളൂ. അതും ഈ ഒരു ഫ്രണ്ടിൽ ഇരിക്കുന്ന ഐറ്റംസ് മാത്രം. അങ്ങോട്ട് ബാക്കിലിരിക്കുന്ന ഐറ്റംസും പിന്നെ ആ മേളത്തെ കബേർഡും എനിക്ക് എത്തണം എന്നുണ്ടെങ്കിൽ എനിക്കൊരു ചെയർ യൂസ് ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പം ഞാനൊരു ചെയർ എടുത്തിട്ട് തരട്ടെ. അങ്ങനെ സാധനങ്ങളൊക്കെ ഞാനൊരു സൈഡിലാക്കിയിട്ടുണ്ട്. ഇനി ഈ കബേർഡ്സൊക്കെ ഒന്ന് ഒരു തുണി വെച്ചിട്ട് പൊടിയൊക്കെ അങ്ങ് തുടയ്ക്കുവാണേ. കബേർഡ്സ് തുടച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കണ്ടത് ആ മുകളിലൊക്കെ കബേർഡിൻ്റെ മുകളിലും പിന്നെ ആ ടൈലിൻ്റെ മുകളിലും ഒക്കെ ആയിട്ട് നല്ല പൊടി വീണ് കിടപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനതങ്ങ് തൂത്തിടുവാണ്. എക്സോസ്റ്റ് പാർട്ടുണ്ടല്ലോ, അത് ക്ലീൻ ചെയ്യാൻ ഞാൻ എപ്പോഴും മറക്കാറുണ്ട്. ഇന്നാളൊരിക്കൽ ഇൻസ്പെക്ഷൻ വന്നപ്പം അവരിങ്ങനെ എക്സോസ്റ്റ് നോക്കുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് ഞാൻ റിയലൈസ് ചെയ്തത് ആ ഭാഗവും വൃത്തിയാക്കണമല്ലോ എന്നുള്ളത്. പക്ഷെ ഭാഗ്യത്തിന് വലിയ വൃത്തിയോടെ ഇല്ലാത്തതുകൊണ്ട് അവരൊന്നും പറഞ്ഞില്ല. ഇനി താഴത്തെ കബേർഡ്സിലെ സാധനങ്ങളോട് എടുത്തിട്ട് അതുകൂടെ അങ്ങ് തുടച്ചിടുവാണേ. ഈ സൈഡിൽ താഴെ ആകെ ആ ഒരു ചെറിയ കബേർഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് സിമ്പിളായി. ഇന്നലെ ഈ പട്ടിപ്പണി ചെയ്തുകൊണ്ടായിരിക്കണം എൻ്റെ മൂക്കൊക്കെ അടഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ ശബ്ദത്തിനൊരു അല്പം വ്യത്യാസം. അപ്പം കബേർഡ്സിൻ്റെ ഉൾവശമൊക്കെ ഞാൻ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഈ സ്റ്റൗവിൻ്റെ ഏരിയ കിച്ചൺ ടോപ്പും വൃത്തിയാക്കണം. എനിക്ക് അടുത്തിടയ്ക്കാണ് കേട്ടോ ഈ സ്റ്റീലിൻ്റെ ഈ സ്ക്രബ്ബർ കിട്ടിയത്. അപ്പോൾ അത് വരെ എനിക്ക് മറ്റേ സോഫ്റ്റ് സാധനമായിരുന്നു. അത് കാരണം എത്ര ഉരച്ചിട്ടും പോകുന്നില്ലായിരുന്നു. പക്ഷേ ഇത് ഉരച്ചിട്ട് ഇളകുന്നുണ്ട് കേട്ടോ.
ഈ കിച്ചൺ ടോപ്പ് ഇങ്ങനെ ഉരച്ചൊരച്ച് കഴുകിക്കൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ അടപ്പങ്ങോട്ട് ഇളകിയത്. എൻ്റെ അമ്മോ, ഞാൻ വിചാരിച്ചതുപോലെ അല്ലായിരുന്നു. ആകെപ്പാടെ ഇമ്മിണി സ്ഥലമേ ഉള്ളൂ. പക്ഷേ എൻ്റെ അമ്മോ, ഞാൻ ചെയ്തു തുടങ്ങിയപ്പോഴാണ് കേട്ടോ മനസ്സിലായത്. നല്ല പണിയായിരുന്നു. പിന്നെ ഭാഗ്യത്തിന് വലിയ അഴുക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും അവിടെ ചെറുതായിട്ടൊക്കെ അഴുക്കുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഉരച്ച് ഇളക്കച്ചിരി പാടും കേട്ടോ. വർക്കിൻ്റെ ഇടയിൽ ചേട്ടൻ എന്തൊക്കെയോ വന്ന് എൻ്റെ അടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നേ. അതാണ് ഞാനിങ്ങനെ ചിരിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. ചില സമയത്ത് അങ്ങനെയാണ്. എനിക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വൃത്തിപ്രാന്ത് അങ്ങോട്ട് കയറും. പിന്നെ കാണുന്നതൊക്കെ അങ്ങ് വൃത്തികേടായിട്ട് തോന്നുവേ. പിന്നെ അത് വൃത്തിയാക്കുന്നത് വരെ എനിക്ക് മനസ്സമാധാനം ഉണ്ടാകത്തില്ല. എൻ്റെ ഹസ്ബൻഡ് നേരെ തിരിച്ചാണ്. പുള്ളി എത്ര വൃത്തിയായിട്ട് അറ്റ്മോസ്ഫിയർ ആണെങ്കിലും അവിടെ സുഖമായിട്ട് നിന്നോളൂ. പുള്ളിക്ക് അങ്ങനത്തെ വൃത്തിപ്രാന്തൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ക്ലീനിങ് ഞാൻ മാത്രമാണ് ചെയ്യുന്നത്. ഇനി അഥവാ ചേട്ടനെ കൊണ്ട് ചെയ്യിപ്പിച്ചാലും എനിക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാറുമില്ല. ഇതിൻ്റെ ഇടയിൽ ചേട്ടൻ പോയിട്ട് മക്ഡൊണാൾഡ്സിൽ നിന്ന് എനിക്ക് വാനില ഷേക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. ഈ ഒരു ഏരിയ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. അയ്യോ, ഇപ്പം 1 മണിയായി കേട്ടോ. ഞാൻ എത്ര മണിക്ക് തുടങ്ങിയത്? 10:30 തുടങ്ങിയതാണ്. അപ്പോൾ എന്താണ്, ഞാൻ ഈ ഒരു സംഭവം ഞാൻ ഇന്നലെ വാങ്ങിയതാണ്. അപ്പം സ്പൈസസ് ഒക്കെ, എൻ്റെ മസാലാസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ ഇതിനകത്തങ്ങ് എടുത്ത് വെച്ചു. ആദ്യമൊക്കെ ഞാൻ ഈ ഒരു കബേർഡിലായിരുന്നു കേട്ടോ വെച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അത് ഇടയ്ക്കിടയ്ക്ക് എടുക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഇത് വാങ്ങി. പിന്നെ ഈ 2 പ്ലാന്റും പിന്നെ ഈ ഒരു പ്ലാന്റും ഞാൻ ഇന്നലെ വാങ്ങിയതാണ്. ഒരു എസ്തറ്റിക് ലുക്ക് കൊണ്ടുവരാൻ. എസ്തറ്റിക് സെൻസ് ഒട്ടും ഇല്ലാത്തൊരു കാര്യമാണ് എനിക്ക്. ആളുകൾ ചെയ്യുന്ന കാണുമ്പോൾ ഞാൻ അത്ഭുതപ്പെടാറുണ്ട്, എങ്ങനെയാണ് ഇവരൊക്കെ ഇത് കൊണ്ടുവരുന്നതെന്ന്. പക്ഷേ എന്നാൽ കഴിയുന്ന വിധം ഞാൻ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ 3 പ്ലാന്റ്സ് വാങ്ങിയത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു കാണാൻ പറ്റുന്നുണ്ട്, ഈ ഒരു ട്രേയും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിൽ നമ്മുടെ ഓയിലും പിന്നെ അല്ലാത്ത കടുക്, മുളക്, പിന്നെ അല്ലാത്ത സ്പൈസസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇവിടെ വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഏതാണ്ട് ഇത് ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഈ കബേർഡ്സിനകത്ത് അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഈ കബേർഡ്സിനകത്ത് സോസസും പിന്നെ ഷ്രെഡഡ് കോക്കനട്ട് അങ്ങനെയൊക്കെ. ഇതിനകത്ത് നമ്മുടെ പൾസസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വെച്ചിട്ടുള്ളത്. അരി, പൾസസ്, അതൊക്കെ. അപ്പോൾ തന്നെ ഞാൻ കുഴഞ്ഞു കേട്ടോ. ഇനി എനിക്ക് ആ സൈഡിലൂടെ വൃത്തിയാക്കാനുണ്ട്, അവിടുത്തെ കബേർഡ്സ് വൃത്തിയാക്കാനുണ്ട്. അങ്ങനെ കിടക്കുന്നു. എനിക്കിപ്പോൾ തന്നെ മടിയായി. നോക്കാം. അങ്ങനെ ഈ ഏരിയ കംപ്ലീറ്റായി. ഇനി ഈ ഏരിയ ആണ്. ഇതിനകത്ത് ഫുള്ള് പാത്രങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പം ഞാൻ വിചാരിക്കുന്നത് ആദ്യം ഈ ഒരു ഡ്രോയേഴ്സിൽ നിന്ന് തുടങ്ങാമെന്ന്. ഇതിനകത്ത് വേണ്ടുന്നതും വേണ്ടാത്തതും ഒക്കെ ആയിട്ടുള്ള കുറേ ചപ്പും ചവറുകൾ ഒക്കെ ഉണ്ട് കേട്ടോ. കുറേ നാളായി ഞാനിതൊക്കെ ഒന്ന് എടുത്ത് നോക്കിയിട്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് അടുക്കി പറക്കി വെക്കട്ടെ ആദ്യം. അങ്ങനെ ഡ്രോയേഴ്സൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ജസ്റ്റ് ഞാൻ ഒരുപാട് മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ഒതുക്കി പറക്കി വെച്ചെന്നേ ഉള്ളൂ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഇനി പാത്രം സെക്ഷനിലേക്ക് കടക്കുകയാണേ. പാത്രങ്ങൾ ഇരിക്കുന്നതിൻ്റെ സെക്ഷൻ വൃത്തിയാക്കുന്നതിന് മുന്നേ ഞാൻ ഈ ഒരു സിങ്കിൻ്റെ അടിയിലുള്ള കബേർഡ്സ് വൃത്തിയാക്കാമെന്ന് വിചാരിക്കുകയാണ്. കാരണം അത് കുറച്ചുകൂടെ സിമ്പിളാണ് കേട്ടോ. ഓൾറെഡി ഇവിടെ ഇരിക്കേണ്ട സാധനങ്ങൾ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് വലിയ പ്രശ്നം വരുന്നില്ല. ജസ്റ്റ് ഒന്ന് തുടച്ച് നടക്കി പടക്കി വെച്ചാൽ മാത്രം മതി. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് കടക്കുകയാണേ. ഇതിനകത്ത് ഫുള്ള് എൻ്റെ കവറുകളുടെ കളക്ഷൻസാണ്. ഒരുപാടുണ്ട്. ഞാൻ കാണുന്നതൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാറുണ്ട് കേട്ടോ. എപ്പോഴാണ് യൂസ് ആവുന്നതെന്ന് അറിയത്തില്ലല്ലോ. ഒരുപാട് പ്ലാസ്റ്റിക്സ് ഉണ്ട്. ഇതിനകത്തും പ്ലാസ്റ്റിക്സ് ആണ്. പിന്നെ ഇതിനകത്തും കുറേ കവറുകളുണ്ട്. മറ്റേ പേപ്പർ കവറുകളൊക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ എൻ്റെ നല്ല കുറേ കവറുകളുണ്ട്. അത് കിട്ടുമ്പോൾ ഞാൻ കാണിക്കാമേ.
ആക്ച്വലി ഇത്രയും ഉണ്ടായിരുന്നത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഓരോ സാധനങ്ങൾ വാങ്ങിക്കുമ്പം എല്ലാം കൂടെ കൊണ്ട് ഇതിനകത്ത് അങ്ങ് ഇടും. ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ നല്ല കുറേ കവറുകൾ. ഇതൊക്കെ ആർക്കെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന കവറുകൾ. അത് ഞാൻ ഇതിനകത്തിട്ട് വെക്കാമെന്ന് വിചാരിക്കുകയാണ്. ഇപ്പോൾ ഉപയോഗിക്കാത്ത എൻ്റെ കത്തികളാണ്. ഞാൻ ആകെ ഈ ഒരു കത്തിയും മാത്രമേ ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ളൂ. അതിപ്പോഴും നന്നായിട്ട് തന്നെ ഓടുന്നത് കൊണ്ട് എനിക്ക് മൂന്നും ഉപയോഗിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല കേട്ടോ. ഇടയ്ക്ക് എൻ്റെ ചാർജ് തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗം വൃത്തിയാക്കി കഴിഞ്ഞു കേട്ടോ. ഇനി എനിക്ക് ഈ ഒരു ഭാഗം കൂടെ ഉള്ളൂ. ഇതിനകത്ത് കുറേ കണ്ടെയ്നേഴ്സൊക്കെയാണ് കേട്ടോ ഇരിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തിടാൻ പറ്റുന്ന കണ്ടെയ്നേഴ്സാണ് ഇതിനകത്ത്, അല്ലാതെ വേറൊന്നുമില്ല ഇതിനകത്ത്. ഇനി ഇതിനകത്താണ് പ്ലേറ്റ്സുകളും പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒതുക്കി വെച്ചാൽ മാത്രം മതി. അതോടുകൂടി ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. പിന്നെ ഇത് ചെയ്യണം, പിന്നെ ഫ്രിഡ്ജ് വൃത്തിയാക്കണം. അങ്ങനെ കിടക്കുന്നത്. ഇപ്പം സമയം 3 മണിയായി കേട്ടോ. 3 മണി കഴിഞ്ഞു. അങ്ങനെ ഒരുവിധം ഈ ഒരു ഏരിയയും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നല്ല രീതിയിൽ ഓർഗനൈസ്ഡ് ആണോ എന്ന് വെച്ചാൽ അല്ല, ഒരു അത്യാവശ്യം ഓക്കെ രീതിയിൽ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ടയേർഡായപ്പോൾ എനിക്കിതൊക്കെ പറ്റൂ. അല്ലെങ്കിലും അങ്ങനെയാണ്, തുടക്കത്തിൽ ആവേശം ലാസ്റ്റ് ആകുമ്പോൾ കാണത്തില്ല കേട്ടോ. അപ്പം ആദ്യം എന്താണ് ഏറ്റവും കൂടുതൽ വൃത്തിയായിട്ട് കിടക്കുന്നത് അത് ഞാൻ ആദ്യമേ അങ്ങ് തുടങ്ങും. അപ്പോൾ പിന്നെ ആ ഒരു എനർജി അങ്ങ് ആ ഒരു ഭാഗം വൃത്തിയായിട്ട് പോകുമല്ലോ. ഈ ഒരു ഏരിയ ഒക്കെ കുഴപ്പമില്ലാത്ത ഇതാണ്, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല കേട്ടോ. ഇനി ഈ സൈഡിലെ കിച്ചൺ ടോപ്പും ഒന്ന് വൃത്തിയാക്കണം, പിന്നെ അവിടുത്തെ സിങ്ക് വൃത്തിയാക്കണം. അതൊക്കെയാണ് കേട്ടോ പ്ലാൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടൈം ആയപ്പോൾ ഞാൻ വിചാരിച്ചതാണ് ബാക്കി ഇനി നാളെ ചെയ്യാന്നുള്ളത്. പക്ഷെ പിന്നെ ഞാൻ വിചാരിച്ചു മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് തന്നെ. അങ്ങനെ ആ ഒരു വാശിക്ക് ഞാൻ അങ്ങ് ചെയ്ത് തീർക്കുവാണേ. അങ്ങനെ അതൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞിട്ട് പിന്നാണ് ഞാൻ ഫ്രിഡ്ജ് വൃത്തിയാക്കാൻ പോവാണ്. ശരിക്കും പറഞ്ഞാൽ ഫ്രിഡ്ജ് ഓപ്പൺ ആക്കി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഓർത്തത് ഞാൻ എൻ്റെ ലഞ്ച് കഴിക്കാൻ മറന്നുപോയി. ആക്ച്വലി ആ വാനില ഷേക്ക് കഴിച്ചതിന് ശേഷം എനിക്ക് വിശപ്പേ ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ കിച്ചൺ ക്ലീനിങ്ങിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതായത് ഈ പൊടികളൊക്കെ ഒന്ന് അടിച്ചു വാരണം, പിന്നെ വാക്യൂം ചെയ്യണം, പിന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് തുടയ്ക്കണം കേട്ടോ. അത്രയേ ഉള്ളൂ. സമയം 4:50 അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പം ഇവിടെ ഒന്ന് തുടച്ചൂടെ എടുത്ത് കഴിഞ്ഞാൽ കിച്ചൺ ക്ലീനിങ് ഈസ് ഡൺ. ഞാൻ പറഞ്ഞല്ലേ രാവിലെ 10:30 തുടങ്ങിയതാണ്, ഇപ്പം 5 മണിയോളം ആവാറായി. അതാണ് ഞാൻ പറഞ്ഞത്, കിച്ചൺ കാണുന്നത് പോലെയല്ല, നല്ല പണി ഉള്ള ഒരു കാര്യമാണ് കിച്ചൺ ക്ലീനിങ് എന്ന് പറയുന്നത്. ഇതിനിടയിൽ എൻ്റെ കൈയും കൂടെ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ.
ബെസ്റ്റ്. ക്യാൻഡിൽ കത്തിക്കാൻ നോക്കിയതാണ് കേട്ടോ. തീപ്പെട്ടി കംപ്ലീറ്റ് ആയിട്ട് കത്തിപ്പോയി, പക്ഷെ ക്യാൻഡിൽ മാത്രം കത്തിയില്ല. അങ്ങനെ എൻ്റെ കിച്ചൺ ക്ലീനിങ് പരിപാടി ഇസ് ഡൺ. ഒപ്പം ഞാനും കുളിച്ച് ഫ്രഷായി കേട്ടോ. ഇനി ഇപ്പോൾ സമയം 6 മണിയായി. ഇനി വേണം എനിക്ക് എൻ്റെ ലഞ്ച് ആൻഡ് ഡിന്നർ ഒന്നിച്ച് കഴിക്കാൻ. അപ്പം നല്ല ടയേർഡായി, പക്ഷേ കിച്ചൺ കാണുമ്പം ഭയങ്കര സന്തോഷം. ഇതാണ് എൻ്റെ സാമ്രാജ്യം ഇപ്പം. അപ്പോൾ ഇനി ഒന്നുമില്ല കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, please do like, share and subscribe to my channel. See you in my next vlog. Till then, ta-ta!